ഹലോ. ഇപ്പം ലോകമെമ്പാടും നല്ല തണുത്ത കാലാവസ്ഥയല്ലേ. യൂറോപ്പിലാണെങ്കിൽ മഞ്ഞ് വീഴുന്നു, നമ്മുടെ നാട്ടിലാണെങ്കിൽ തണുത്ത ചെറിയ മഞ്ഞും കാറ്റും ഈ ഏരിയയിൽ ഇപ്പം തണുപ്പ് വന്നു. അപ്പോൾ തണുപ്പ് വരുമ്പോഴാണ് സാധാരണ നമുക്ക് തുമ്മപ്പനിയൊക്കെ വരാറുള്ളത്. സാധാരണ നമ്മൾ തുമ്മപ്പനിയൊക്കെ വരുമ്പം തുമ്മപ്പനിയാണ് എന്ന് പറഞ്ഞാൽ തുമ്മലും ജലദോഷവും ചെറിയ പനിയൊക്കെ ആകുമ്പോൾ 1-2 ദിവസമായിട്ട് മാറും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ കാറ്റാണ്, പഴമക്കാരൊക്കെ പറഞ്ഞ് കാറ്റാണ് ഈ പനി കൊണ്ടുവരുന്നത്, തുമ്മപ്പനിയൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറയും. ചുക്കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാറുമുണ്ട്. എന്നാലും നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടും ഈ പനി നീണ്ടു നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, മൂക്കൊലിപ്പ് മാറുന്നില്ല, പിന്നെ അത് ചുമയാവുന്നു, ആകെ സീനാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ തുമ്മപ്പനിയാണെന്ന് പറഞ്ഞു വച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അത് RSVയോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസയൊക്കെ ആകാം. ഈ സമയങ്ങളിലാണ് നമുക്ക് സീസണൽ ഫ്ലൂസൊക്കെ വരാറുള്ളത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളിൽ പ്രത്യേകിച്ചും ഇത് ചുമ കൂടിയിട്ട് അവർക്ക് ന്യൂമോണിയൊക്കെ ആകാറുണ്ട്. അതുപോലെ തന്നെ പ്രായമായവർ, എന്തെങ്കിലും വേറെ അസുഖമുള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് ന്യൂമോണിയൊക്കെ ആയി മാറും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. ഈ സമയങ്ങളിൽ ന്യൂമോണിയ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്സിസ് ആകാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇത് കൂടിയിട്ട് ഇയർ ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സൈനോസൈറ്റിസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വളരെ പ്രാധാന്യം കൂടുതൽ. ചെറിയ പനിയല്ലേ, ജലദോഷമല്ലേ എന്നും പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാധാരണ ആൾക്കാരിൽ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ മാറിപ്പോകാറും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ലെങ്കിൽ. പിന്നെ ഇപ്പം ഇൻഫ്ലുവൻസയ്ക്ക് നമുക്ക് വാക്സിൻ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇൻഫ്ലുവൻസ വാക്സിൻ, ഫ്ലൂ വാക്സിൻ നിങ്ങൾ സ്വീകരിക്കുക. അത് പൂർണ്ണമായും നമ്മുടെ ഇതിനെ പ്രതിരോധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ പ്രതിരോധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിനെയും നമ്മുടെ കമ്മ്യൂണിറ്റിയെയും നമുക്ക് സുരക്ഷിതമാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കോവിഡിന് സ്വീകരിച്ച പോയിട്ടുള്ള മുൻകരുതലുകൾ നിങ്ങൾക്ക് സുഖമില്ല, എന്ത് അസുഖമാണെങ്കിലും നമ്മൾ മുൻകരുതലും നമ്മൾ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, നമ്മൾ കൈ കഴുകുക, നമ്മൾ മാസ്ക് വയ്ക്കുക. അപ്പം നമ്മളെ മറ്റുള്ളവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. മറ്റൊരു എപ്പിസോഡിൽ ഇനിയും കാണാൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ ഇനിയും കാണാം. അപ്പോൾ അതിൽ ബൈ.